Dear students, welcome to Bosco Campus Vision. This is Ajay Joseph Chacko, Assistant Professor, Don Bosco College, Kottayam. In this video, I discuss the topic Importance of IP for MSMEs from the subject Corporate Regulations for BBA Semester 3 students of the Kerala University. Let us discuss the importance of IP for MSME. The intellectual property or IP protection helps the MSMEs to establish enterprise business identity through branding strategy. It helps protect innovation through patents, utility models, and trade secrets of the MSMEs. It protects creativity by designs and authors' rights. IP protection prevents competitors from imitating products or services. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് MSMEs അഥവാ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അഥവാ IP-യുടെ പ്രാധാന്യം എന്താണെന്നാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് IP-ക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ അവർക്ക് അതിലൂടെ ഒരു ബിസിനസ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ഐഡൻറ്റിറ്റി ബ്രാൻഡിങ് സ്ട്രാറ്റജിയിലൂടെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പം എന്താണ് ഈ ബ്രാൻഡിങ് സ്ട്രാറ്റജി? സ്ട്രാറ്റജി എന്ന് വെച്ച് കഴിഞ്ഞാൽ തന്ത്രം എന്നാണ് അർത്ഥം. ബ്രാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്കറിയാം, നമ്മൾ ഓരോ പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യുമ്പോഴും ഓരോ ബ്രാൻഡ് നെയിമിലാണ് ആ പ്രോഡക്റ്റുകൾ വരുന്നത്. ഇപ്പോൾ സോണിയുടെ പ്രോഡക്റ്റ്സ്, ഡെല്ലിൻ്റെ പ്രോഡക്റ്റ്സ്, ഇപ്പോൾ ലാപ്ടോപ്പൊക്കെ എന്ന് പറയുമ്പോൾ സോണിയുടെ ലാപ്ടോപ്പ് ഉണ്ട്, ഡെല്ലിൻ്റെ. അപ്പോൾ ഈ എല്ലാം ലാപ്ടോപ്പ് തന്നെയാണ്, പക്ഷേ അതിൻ്റെ ബ്രാൻഡ് നെയിമാണ് നമ്മൾ പറയുന്നത്, ഡെല്ലെന്നും സോണി എന്നൊക്കെ. അപ്പോൾ ഓരോ എൻ്റർപ്രൈസസിനും ഈ ബ്രാൻഡിലൂടെ തങ്ങൾക്ക് ഒരു ബിസിനസ് ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ എൻ്റർപ്രൈസ് ഐഡൻറ്റിറ്റി, ലോകം നിങ്ങളുടെ കമ്പനിയെ അല്ലെങ്കിൽ എൻ്റർപ്രൈസിനെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് മാറാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ മാറണമെങ്കിൽ ചില സഹായങ്ങളൊക്കെ ഈ IP പ്രൊട്ടക്ഷനിലൂടെ ലഭിക്കണം. അതായത് IP പ്രൊട്ടക്ഷൻ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് സംരക്ഷണം ലഭിക്കുന്നത് പേറ്റൻസിലൂടെ, യൂട്ടിലിറ്റി മോഡൽസിലൂടെ, ട്രേഡ് സീക്രട്ടിലൂടെയൊക്കെയാണ് MSMEസിന് ഈ പ്രൊട്ടക്ഷൻ ലഭിക്കുന്നത്. ഞാനൊരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു കമ്പനി, ഒരു എൻ്റർപ്രൈസ്, മൈക്രോ ആകാം, സ്മോൾ ആകാം, മീഡിയം ആകാം, ഏത് എൻ്റർപ്രൈസ് ആയാലും പുതിയൊരു കണ്ടുപിടുത്തം, ഒരു ഇന്നൊവേഷൻ നടത്തി, പുതുമ നിറഞ്ഞതായിട്ടുള്ളൊരു കണ്ടുപിടുത്തം നടത്തി, അതിനുവേണ്ടി ഒരു സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ ഒരു ടെക്നോളജി, സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സാങ്കേതിക വിദ്യയ്ക്ക് അതൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. നമ്മൾ കണ്ടുപിടിച്ച ആ സാങ്കേതിക വിദ്യ, നമ്മുടെ അറിവ്, അത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിലൂടെ ഒത്തിരി നേട്ടം ഈ MSMEസിന് ഉണ്ടാകുന്നു. പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോൾ ഉള്ള ഗുണമെന്ന് പറയുന്നത് അതിൻ്റെ ക്രിയേറ്റർക്ക് അല്ലെങ്കിൽ ആ ഓണർക്ക് ഡിസൈനിലൂടെ, ഓതേഴ്സ് റൈറ്റിലൂടെ അല്ലെങ്കിൽ പേറ്റൻസിലൂടെ, യൂട്ടിലിറ്റി മോഡൽസോ ട്രേഡ് സീക്രട്സ് എന്നൊക്കെ പറഞ്ഞ് പ്രൊട്ടക്ഷൻ ലഭിക്കുമ്പോൾ നമ്മുടെ ഈ സാങ്കേതിക വിദ്യ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിന്, നമ്മളുമായിട്ട് മത്സരിക്കുന്ന മറ്റ് എൻ്റർപ്രൈസസിന് ഇത് ഉപയോഗിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇത് കോപ്പി ചെയ്യാൻ അല്ലെങ്കിൽ ഇമിറ്റേറ്റ് ചെയ്യാൻ, അനുകരിക്കാനായിട്ട് സാധിക്കില്ല. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ ഒരു പുതിയൊരു സാങ്കേതിക വിദ്യ നമ്മൾ ഡെവലപ്പ് ചെയ്തു, അതിനുള്ള അവകാശം നമുക്കാണ്, അത് നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്. അതിന് സംരക്ഷണം, IP പ്രൊട്ടക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ മറ്റാർക്കും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ ഉപയോഗിക്കാതിരിക്കുമ്പോൾ അവർക്ക് അത് ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ അനുവാദം മേടിക്കണം. നമ്മൾ അനുവാദം കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെതായ ബെനിഫിറ്റ് ഉണ്ടാകണം. അത്തരം ഒരു സാഹചര്യം വരുമ്പോൾ ഒരു ബ്രാൻഡിങ് സ്ട്രാറ്റജി നടക്കും. അപ്പം നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ സർവീസ് ഗുണമേന്മയുള്ള പ്രോഡക്റ്റായി തീരും. ആ പ്രോഡക്റ്റിനാണ് ഈ നൂതനമായ അല്ലെങ്കിൽ വളരെ നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഡിമാൻഡ് നമ്മുടെ പ്രോഡക്റ്റിന് വരാനൊക്കെ ഇടയാക്കും. അപ്പോൾ മറ്റുള്ളവർ ഇമിറ്റേറ്റ് ചെയ്യാൻ പറ്റും. പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ എന്ന കാര്യം നിങ്ങൾ സങ്കല്പിക്കുക. പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ നമ്മളൊരു സാങ്കേതിക വിദ്യ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തു, അത് നമ്മുടെ ഒരു പ്രോഡക്റ്റിനകത്ത് നമ്മളത് ഉപയോഗിച്ചു. ഇതേ പ്രോഡക്റ്റ് മാർക്കറ്റിൽ നിന്ന് ആർക്കും വാങ്ങാം. ആ പ്രോഡക്റ്റ് വാങ്ങി എന്താണ് അതിനകത്ത്, ഏത് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പ്രോഡക്റ്റിൻ്റെ രൂപകൽപ്പന എങ്ങനെ, ഇതൊക്കെ മറ്റുള്ളവർക്ക് കോപ്പി ചെയ്യാൻ പറ്റുമെങ്കിൽ അവർ മറ്റൊരു പേരിൽ ഈ പ്രോഡക്റ്റ് അതേപടി കോപ്പി ചെയ്ത് അവർ നിർമ്മിച്ച് വിൽപ്പന നടത്തും. അപ്പോൾ അവർക്ക് അതിൻ്റേതായ നേട്ടം കിട്ടും. പക്ഷേ IP പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇനി ആര് മേടിച്ചു കൊണ്ടുപോയി അത് അഴിച്ച് അതേപോലെ തന്നെ വീണ്ടും മാർക്കറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. കാരണം ഈ പ്രോഡക്റ്റിൽ യൂസ് ചെയ്തിരിക്കുന്ന സാങ്കേതിക വിദ്യയ്ക്കും അതിൻ്റെ ആ പ്രോഡക്റ്റിൻ്റെ രൂപകൽപ്പന ഡിസൈനും ഒക്കെ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഈ കമ്പനിയുടെ അല്ലെങ്കിൽ ഈ എൻ്റർപ്രൈസിൻ്റെ അനുവാദം കൂടാതെ, സമ്മതം കൂടാതെ മറ്റാർക്കും അത് റീപ്രൊഡ്യൂസ് ചെയ്യാനോ ഇമിറ്റേറ്റ് ചെയ്യാനോ സാധിക്കില്ല.
അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി MSMEസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിലേറെ പ്രധാനപ്പെട്ടതാണ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിക്ക് പ്രൊട്ടക്ഷൻ ലഭിക്കുക എന്നുള്ളത്. It allows access to the MSMEs to some useful technology through IP information and licensing arrangements and helps them avoid the wasteful investment in R&D, means research and development. It enhances the value of company through effective IP asset valuation and management and gives varied access to venture capital and other sources of finance. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത കാര്യം IP പ്രൊട്ടക്ഷനെ പറ്റിയാണ്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ഒരു MSME മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, അതിനുള്ള പ്രൊട്ടക്ഷനെ സംബന്ധിച്ചും ആ പ്രൊട്ടക്ഷൻ കൊണ്ട് ആ എൻ്റർപ്രൈസസിനുണ്ടാകുന്ന നേട്ടങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചത്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ IP പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം ഈ IP ഇൻഫർമേഷൻ ലൈസൻസിങ് അറേഞ്ച്മെൻറ്റ്സിലൂടെ MSMEസിന്, ഈ മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിന് ഉപയോഗപ്രദമായ ചില സാങ്കേതിക വിദ്യകളിലേക്കുള്ള ഒരു ആക്സസ് അല്ലെങ്കിൽ ഒരു മാർഗം ലഭിക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം എല്ലാ എൻ്റർപ്രൈസസും റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് R&Dക്ക് വേണ്ടി ഒത്തിരി തുക ചെലവഴിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു IP പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ IP ലൈസൻസിങ് ഇൻഫർമേഷൻ, ഇത്തരത്തിലുള്ള സംവിധാനങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു എൻ്റർപ്രൈസിന് മൈക്രോ ആകാം, സ്മോൾ ആകാം, മീഡിയം ആകാം, എൻ്റർപ്രൈസിന് സ്വന്തമായിട്ട് തന്നെ ഒരു സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കണമെന്ന് നിർബന്ധമില്ല. അതിന് പകരമായിട്ട് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചിട്ടുള്ള മറ്റ് എൻ്റർപ്രൈസസിൽ നിന്ന് ആ സാങ്കേതിക വിദ്യ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ IP ഇൻഫർമേഷൻ ലൈസൻസിങ് അറേഞ്ച്മെൻറ്റ്സ്, അപ്പോൾ നമുക്ക് ആ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാനുള്ള അനുവാദം അല്ലെങ്കിൽ ലൈസൻസ് നേടിയെടുത്തുകൊണ്ട് നമുക്ക് ആ സാങ്കേതികവിദ്യ മറ്റൊരാളുടെ സാങ്കേതികവിദ്യ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആരുടെയും മോഷ്ടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതിന് നിശ്ചിതമായ ഫീ കൊടുത്താൽ മതിയാകും. അപ്പോൾ ഒരു MSMEക്ക് അല്ലെങ്കിൽ എൻ്റർപ്രൈസിന് ഉണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന തുക വേസ്റ്റ് ആകാതെ, നമുക്ക് അത്രയും പൈസ ചിലവാക്കാതെ തന്നെ നമുക്ക് ആ സാങ്കേതികവിദ്യ പൈസ കൊണ്ട് ഉപയോഗിക്കാം. നമുക്കറിയാം റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടി ഒത്തിരി പൈസ മുടക്കേണ്ടി വരും. അപ്പോൾ അതിലൂടെ ഒരു സാങ്കേതികവിദ്യ ഡെവലപ്പ് ചെയ്യാം, ഡെവലപ്പ് ചെയ്യാതിരിക്കാം, ചിലപ്പോൾ അത് പരാജയപ്പെട്ടു പോയെന്നിരിക്കാം. പക്ഷേ എങ്കിലും അത്തരത്തിലുള്ള മണിയുടെ വേസ്റ്റേജ് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IP പ്രൊട്ടക്ഷൻ ഉള്ളത് കാരണം. ഇപ്പോൾ ഒരു എൻ്റർപ്രൈസ് സാങ്കേതികവിദ്യ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു മെത്തേഡ് അതുണ്ടെങ്കിൽ അതിനൊക്കെ ലൈസൻസിങ് എഗ്രിമെൻറ്റ്സും അറേഞ്ച്മെൻറ്റ്സിലൂടെ നമുക്കും അത് ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൂടെ കമ്പനിക്ക് അതിൻ്റെ IP അസറ്റ് വാല്യുവേഷനും മാനേജ്മെൻറ്റും കൂട്ടാനായിട്ട് സാധിക്കും. വാല്യുവേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മൂല്യം കൂട്ടാനായിട്ട്. IP അസറ്റ് എന്ന് വെച്ചാൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്. നമുക്കറിയാം അസറ്റ്സ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ബിസിനസ്സിൻ്റേതായിട്ടുള്ള ആസ്തിയാണ് അസറ്റ് എന്ന് പറയുന്നത്. അത് ക്യാഷ് ആകാം, ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റ്സ് ഉണ്ടാകാം, ബിൽഡിംഗ് ആകാം, ലാൻഡ് ആകാം, മെഷീനറി ആകാം, അങ്ങനെ അനേകം ടാഞ്ചിബിൾ ആയിട്ടുള്ള അസറ്റുകളുണ്ട്. ഫിക്സഡ് അസറ്റും ഉണ്ട്, കറണ്ട് അസറ്റും ഉണ്ട്. അതേപോലെ തന്നെ IP അസറ്റ് എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ് എന്നാണ്. ഇത് നമുക്ക് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്. കൈകൊണ്ട് തൊട്ട് നോക്കാനോ കണ്ണുകൊണ്ട് കാണാനോ സാധിക്കില്ല. IPയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു അസറ്റാണ്. എന്നുവെച്ചാൽ ഇപ്പോൾ നമ്മുടെ കമ്പനിക്ക് ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ പ്രോസസ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാനുള്ള മാനുഫാക്ചറിങ് പ്രോസസ്സിൻ്റെ പുതിയൊരു ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു പുതിയൊരു പ്രോഡക്റ്റിൻ്റെ ഡിസൈൻ നമുക്ക് ഉണ്ട്. ഇതെല്ലാം നമ്മുടെ IP അസറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിന് കൂടുതൽ തുക ചിലവഴിക്കുന്ന ആ തുക ഇത്തരത്തിലുള്ള IP അസറ്റ് വാല്യുവേഷൻ കൂട്ടാനായിട്ട് സഹായിക്കും. അപ്പോൾ നമുക്ക് എത്ര സാങ്കേതിക വിദ്യ നമുക്കുണ്ട്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിസൈനിൻ്റെ റൈറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്, ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ IP അസറ്റ് വാല്യുവേഷൻ കൂട്ടാനും അതിൻ്റെ മാനേജ്മെൻറ്റ് ശരിയായ രീതിയിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ സഹായിക്കുന്നുണ്ട് ഈ IP പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൂടെ നമുക്ക് വെഞ്ചർ ക്യാപിറ്റലിലേക്കും മറ്റ് ഫിനാൻസിൻ്റെ മറ്റ് സോഴ്സസിലേക്കും ഒരു ആക്സസ് ലഭിക്കുകയാണ് ചെയ്യുന്നത്, ഒരു മാർഗം തുറക്കുകയാണ് ചെയ്യുന്നത്. എന്താണ് ഈ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ? പുതിയ വെഞ്ചേഴ്സിൽ, പുതിയ സംരംഭങ്ങളിലേക്ക് വേണ്ടുന്നുള്ള മുതൽ മുടക്കാനുള്ള മൂലധനത്തിനാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പുതിയ പുതിയ വെഞ്ചേഴ്സ്, ന്യൂ വെഞ്ചേഴ്സിന് വേണ്ടി പണം മുടക്കുന്നതിന്. അപ്പോൾ അത്തരത്തിലുള്ള സാധ്യതകളൊക്കെ ഇതിലൂടെ MSMEക്ക് കൈവരുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ നേട്ടം. IP മാനേജ്മെൻറ്റ്. Legally protected intellectual property assets are essential for business success. In order to achieve their growth plans, MSMEs should have a strong IP portfolio. Managing IP is one of the key tools for any business
in making a globally efficient and competitive MSME. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് IP മാനേജ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ സക്സസ്സിന്, വിജയത്തിന് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ലീഗലി പ്രൊട്ടക്റ്റഡ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്സ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ്സിന് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്സ് ഉണ്ടാകാം, പക്ഷേ അത് ലീഗലി പ്രൊട്ടക്റ്റഡ് അല്ല എങ്കിൽ അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ഇപ്പോൾ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ, അസറ്റ്സ് ഉണ്ടെങ്കിൽ അതിനെ ലീഗലി നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. അതിനാണ് പേറ്റൻസും ഡിസൈൻ റൈറ്റും കോപ്പി റൈറ്റും അത്തരത്തിലുള്ള ഒത്തിരി ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉണ്ട്, അല്ലെങ്കിൽ IP പ്രൊട്ടക്ഷനായിട്ടുള്ള മാർഗങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ ലീഗലി പ്രൊട്ടക്റ്റഡ് അല്ല നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി എങ്കിൽ ഒരു ബിസിനസ്സിന് സക്സസ് ആവാൻ പറ്റില്ല. കാരണം നമുക്കറിയാം, നമുക്ക് ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മറ്റുള്ളവർ അത് ഉപയോഗിച്ച് അത് ഇമിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ലീഗലി പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ, നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലീഗലി പ്രൊട്ടക്റ്റഡ് ആണെങ്കിൽ മറ്റാരും അത് കോപ്പി ചെയ്യാനോ അത്തരത്തിൽ ഉപയോഗിക്കാനോ ശ്രമിക്കുകയില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബിസിനസ്സിന് സക്സസ് കൈവരിക്കണമെങ്കിൽ ഏറ്റവും അത്യാവശ്യമുള്ള കാര്യമാണ് ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്സ്. അപ്പോൾ ഓരോ MSMEസിനും, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസിനൊക്കെ അവരുടെ ഗ്രോത്ത് പ്ലാൻസ്, വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചില പദ്ധതികളുണ്ടായി. ആ പദ്ധതികളൊക്കെ അവർക്ക് ആവിഷ്കരിക്കണമെങ്കിലും അതിൽ വിജയം വരിക്കണമെങ്കിലും അവർക്ക് സ്ട്രോങ് IP പോർട്ട്ഫോളിയോ ഉണ്ടായിരിക്കണം. ഏതൊക്കെയാണ് തങ്ങൾക്കുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, ഏതൊക്കെയാണ് ആ അസറ്റ്സ്, ഏതാണ്, അതിനെയൊക്കെ കാറ്റഗറൈസ് ചെയ്ത് അതിനൊക്കെ പ്രൊട്ടക്ഷൻ വേണ്ടതിനൊക്കെ പ്രൊട്ടക്ഷൻ കൊടുത്ത് നല്ല രീതിയിൽ അത്തരത്തിലുള്ളൊരു IP പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്തെങ്കിൽ മാത്രമേ ഈ പദ്ധതികളൊക്കെ വിജയിക്കുകയുള്ളൂ. ഇനി ഒരു ബിസിനസ്സിന് ഗ്ലോബലി, അന്താരാഷ്ട്ര തലത്തിൽ, ആഗോളതലത്തിൽ വളരെ കാര്യക്ഷമമായിട്ടും മത്സര രംഗത്ത് പിടിച്ചു വയ്ക്കണമെങ്കിൽ MSMEസിന് ഈ IP ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയെ നന്നായിട്ട് മാനേജ് ചെയ്തേ മതിയാകുള്ളൂ. അതാണ് IP മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. The MSME's intellectual property asset management strategy must be formulated with an understanding of the topography of the IP world, either by geography or type of industry. അപ്പോൾ നമ്മളിവിടെ പറയുന്നത് MSMEs, മൈക്രോ സ്മോൾ മീഡിയം എൻ്റർപ്രൈസസ് തങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റിനെ മാനേജ് ചെയ്യാൻ വേണ്ടുന്നുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം, അതിന് രൂപം കൊടുക്കണം. അത് രൂപം കൊടുക്കുന്നതെന്ന് പറയുന്നത് IP വേൾഡ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി വേൾഡ്, എത്തരത്തിലുള്ള എന്തെല്ലാം ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഈ ലോകത്ത് ഉണ്ട് എന്ന് നോക്കുക. ഏതൊക്കെ തരത്തിലുള്ള, ഒന്നുകിൽ ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉള്ള കമ്പനികളുടെ ജോഗ്രഫി, അതായത് ഭൂമിശാസ്ത്രപരമായിട്ട് ഓരോ പ്രദേശത്തും എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് മനസ്സിലാക്കുക. അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, ഏത് തരത്തിലുള്ള ഇൻഡസ്ട്രിയിലാണ് ഇത്തരത്തിലുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ഉള്ളതെന്ന് നോക്കുക. അതൊക്കെ അനുസരിച്ച് വേണം നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു IP മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള സ്ട്രാറ്റജി, തന്ത്രം മെനയാനായിട്ട് അല്ലെങ്കിൽ തയ്യാറാക്കാനായിട്ട്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ടോപ്പോഗ്രഫി ഓഫ് ദ IP വേൾഡ് എന്ന് പറഞ്ഞാൽ ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഏതൊക്കെ തരത്തിലുണ്ട്, എവിടെയൊക്കെയാണ് ഈ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്സ് ഉള്ള കമ്പനീസൊക്കെ എവിടെയാണ്, ലോകത്തിൻ്റെ ഏത് ഭാഗത്താണ്, ജോഗ്രഫി നോക്കാം. അല്ലെങ്കിൽ ഏത് തരം ഇൻഡസ്ട്രിയിലാണ് കൂടുതൽ IP അല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്സ് ഉള്ളത്, അല്ലെങ്കിൽ അസറ്റ്സിനെ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു IP പോർട്ട്ഫോളിയോ ഡിസൈൻ ചെയ്യാൻ. അതിനനുസരിച്ച് IP സ്ട്രാറ്റജി, IP അസറ്റ് മാനേജ്മെൻറ്റ് സ്ട്രാറ്റജിയൊക്കെ ഫോർമുലേറ്റ് ചെയ്യാനുള്ളത്. ഇതാണ് IP മാനേജ്മെൻറ്റ് നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യം. Effective IP management enables the companies to use their intangible intellectual property assets to improve their competitiveness and strategic advantage. Market value of any enterprise, including MSMEs, is increasingly determined by its portfolio and optimal use of IP assets. ഇവിടെ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ IP മാനേജ്മെൻറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് MSMEസിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ മറ്റേത് കമ്പനിയെ സംബന്ധിച്ചും IP മാനേജ്മെൻറ്റ്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് എന്ന് വെച്ചാൽ വളരെ പ്രധാനപ്പെട്ട വസ്തുതയാണ്. അപ്പോൾ ഇവിടെ ഫലപ്രദമായിട്ട്, ഇഫക്റ്റീവായിട്ട് IP മാനേജ് ചെയ്യാൻ കമ്പനീസിന് സാധിച്ചു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ കോമ്പറ്റീറ്റീവ്നെസ്, മത്സരരംഗത്ത്, നമുക്കറിയാം ഓരോ ബിസിനസ്സുകളും ആഗോള കമ്പോളത്തിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ മത്സരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ അവർക്ക് സ്ട്രാറ്റജിക്, തന്ത്രപ്രധാനമായ നേട്ടം നേടിക്കൊടുക്കാനായിട്ട് IP മാനേജ്മെൻറ്റ് പ്രോപ്പറായി കഴിഞ്ഞാൽ അവർക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു MSMEs ഉൾപ്പെടുന്ന ഏതൊരു എൻ്റർപ്രൈസസിനും അവരുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടാനായിട്ട്, ഇൻക്രീസ് ചെയ്യാനായിട്ട് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറഞ്ഞാൽ പോർട്ട്ഫോളിയോ ആൻഡ് ഒപ്റ്റിമൽ യൂസ് ഓഫ് IP അസറ്റ്സ്. ഇറ്റ്സ് പോർട്ട്ഫോളിയോ, അവരുടെ പോർട്ട്ഫോളിയോ എന്തെല്ലാം അസറ്റ്സ് അല്ലെങ്കിൽ എന്തെല്ലാം അഡ്വാൻറ്റേജസ് അവർക്കുണ്ട്, എന്തെല്ലാം കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ഉണ്ട്,
അതേപോലെ തന്നെ ഒപ്റ്റിമൽ യൂസ് ഓഫ് IP അസറ്റ്സ്, തങ്ങൾക്കുള്ള ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി അസറ്റ്സിൻ്റെ മാക്സിമം യൂസ്, പരമാവധി പ്രയോജനം ലഭിച്ചുകൊണ്ടുള്ള ഉപയോഗം. ഇതൊക്കെയാണ് ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ MSMEയുടെ മാർക്കറ്റ് വാല്യൂ കൂട്ടാനായിട്ട് സഹായിക്കുന്ന ഘടകമെന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ട് തന്നെയും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി പ്രൊട്ടക്ഷനും ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റും ഒക്കെ MSMEസിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ: State the importance of IP to MSMEs. I hope all of you understood the topic importance of IP for MSMEs quite well. For more information and classes, please subscribe the YouTube channel of our college, Bosco Campus Vision. Thank you for listening.